ശാന്തി 19/8/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, തൻ്റെ സ്വധർമ്മത്തെ മറക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് തെറ്റ് പറ്റാത്തവർ ആകണം. തൻ്റെ വീടിനെയും രാജ്യത്തെയും ഓർമ്മിക്കണം. ചോദ്യം: കുട്ടികളായ താങ്കളുടെ ഏതൊരു അവസ്ഥ തന്നെയാണ് സമയത്തിൻ്റെ സമീപതയുടെ അടയാളം? ഉത്തരം: കുട്ടികളായ താങ്കൾ എപ്പോഴാണോ ഓർമ്മയുടെ യാത്രയിൽ സദാ ലഹരി പിടിച്ചിരിക്കുന്നത്, ബുദ്ധിയുടെ അലഞ്ഞുതിരിയൽ അവസാനിക്കുന്നത്, വാണിയിൽ ഓർമ്മയുടെ മൂർച്ച വരുന്നത്, അപാര സന്തോഷത്തിലിരിക്കുന്നത്, ഓരോ നിമിഷവും തൻ്റെ സത്യോഗി ലോകത്തിൻ്റെ ദൃശ്യങ്ങൾ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ മനസ്സിലാക്കൂ, സമയം സമീപമാണ് എന്ന്. വിനാശത്തിന് സമയമെടുക്കുന്നില്ല. ഇതിനു വേണ്ടി ഓർമ്മയുടെ ചാർട്ട് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഗീതം: നിന്നെ നേടി ഞങ്ങൾ ലോകം നേടി. ഓം ശാന്തി. ആത്മീയ കുട്ടികൾ ഈ ഗീതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നുണ്ടാകും. ഇപ്പോൾ പരിധിയില്ലാത്ത ബാബയെ നേടിക്കഴിഞ്ഞു. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും സ്വർഗത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നു. ആ സമ്പത്ത് ആർക്കും തന്നെ തട്ടിയെടുക്കുവാൻ സാധിക്കില്ല. സമ്പത്തിൻ്റെ ലഹരി നഷ്ടമാകുന്നത് രാവണ രാജ്യം ആരംഭിക്കുമ്പോഴാണ്. ഇതും ഡ്രാമയിൽ ഉണ്ടാക്കപ്പെട്ടതാണ്. കുട്ടികൾക്ക് സൃഷ്ടി നാടകത്തിൻ്റെയും ജ്ഞാനമുണ്ട്. ഈ ചക്രം എങ്ങനെയാണ് തിരിയുന്നത്? ഇതിനെ നാടകമെന്നും പറയാം, ഡ്രാമ എന്നും പറയാം. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായും ബാബ വന്ന് സൃഷ്ടിയുടെ ചക്രത്തെയും മനസ്സിലാക്കിച്ചു തരുന്നു. ആരാണോ ബ്രാഹ്മണ കുലത്തിലേത് അവരെ തന്നെയാണ് മനസ്സിലാക്കിക്കുന്നത്. കുട്ടികളായ നിങ്ങൾ തൻ്റെ ജന്മങ്ങളെ അറിയുന്നില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. മുൻപ് നിങ്ങൾ കേട്ടിരുന്നത് 84 ലക്ഷം ജന്മം എടുത്തതിനു ശേഷം പിന്നെ ഒരു ജന്മം മനുഷ്യൻ്റേത് ലഭിക്കുന്നു എന്നാണ്. അങ്ങനെയല്ല. ഇപ്പോൾ നിങ്ങൾ എല്ലാ ആത്മാക്കളും നമ്പർ വാറായി വന്നുകൊണ്ടിരിക്കുന്നു. ബുദ്ധിയിൽ വന്നു കഴിഞ്ഞു. ആദ്യം നമ്മൾ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിലെ പൂജ്യരായിരുന്നു. പിന്നെ നമ്മൾ തന്നെ പൂജാരിയായി. താങ്കൾ തന്നെ പൂജ്യരും താങ്കൾ തന്നെ പൂജാരിയും. ഇങ്ങനെയും മഹിമയുണ്ട്. മനുഷ്യർ പിന്നെ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നു. അങ്ങ് തന്നെയാണ് പൂജ്യനും അങ്ങ് തന്നെയാണ് പൂജാരിയുമാകുന്നത്. ഈ എല്ലാ രൂപങ്ങളും അങ്ങയുടേത് തന്നെയാണ്. അനേകം മതമതാന്തരങ്ങൾ ഉണ്ടല്ലോ. നിങ്ങൾ ഇപ്പോൾ ശ്രീമതനുസരിച്ച് നടക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ സ്റ്റുഡൻസ് മുൻപ് ഒന്നും അറിഞ്ഞിരുന്നില്ല. പിന്നെ പഠിച്ച് ഉയർന്ന പരീക്ഷ പാസ്സാകുന്നു. ആ സ്റ്റുഡൻസും ആരംഭത്തിൽ ഒന്നും അറിയുന്നില്ല. പിന്നെ പരീക്ഷ പാസ്സായി മനസ്സിലാക്കുന്നു, ഇപ്പോൾ നമ്മൾ ബാരിസ്ട്രി പാസ്സായി കഴിഞ്ഞു എന്ന്. നിങ്ങളും ഇപ്പോൾ അറിയുന്നുണ്ട്, നമ്മൾ പഠിച്ച് മനുഷ്യനിൽ നിന്നും ദേവതയായിക്കൊണ്ടിരിക്കുന്നു. അതും വിശ്വത്തിൻ്റെ അധികാരികൾ. അവിടെ ഉള്ളത് തന്നെ ഒരു ധർമ്മവും ഒരു രാജ്യവുമാണ്. നിങ്ങളുടെ രാജ്യത്തെ ആർക്കും തട്ടിയെടുക്കുവാൻ സാധിക്കില്ല. അവിടെ നിങ്ങൾക്ക് പവിത്രത, ശാന്തി, സുഖം, സമ്പത്ത് എല്ലാമുണ്ട്. ഗീതത്തിലും കേട്ടുവല്ലോ. ഇപ്പോൾ ഈ ഗീതം നിങ്ങൾ ഉണ്ടാക്കിയതല്ല. അനായാസമായി ഡ്രാമ അനുസരിച്ച് ഈ സമയത്തേക്ക് വേണ്ടി ഇത് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യർ ഉണ്ടാക്കിയ ഗീതങ്ങളുടെ അർത്ഥം ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ശാന്തിയിലിരുന്ന് ബാബയിൽ നിന്നും സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. അത് ആർക്കും തട്ടിയെടുക്കാൻ സാധിക്കില്ല. പകുതി കൽപ്പം സുഖത്തിൻ്റെ സമ്പത്തുണ്ടായിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മധുരമധുരമായ കുട്ടികളെ, പകുതി കൽപ്പത്തേക്കാൾ കൂടുതൽ നിങ്ങൾ സുഖം അനുഭവിക്കുന്നു. പിന്നെ രാവണ രാജ്യം ആരംഭിക്കുന്നു. ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളുമുണ്ട്. അവിടെ ചിത്രങ്ങൾ കാണിക്കുന്നു.
ദേവതമാർ വാമമാർഗത്തിൽ എങ്ങനെയാണ് പോകുന്നതെന്ന്. ഡ്രസ് അതുതന്നെയാണ്. ഡ്രസ്സ് മാറുന്നത് പിന്നീടാണ്. ഓരോ രാജാവിനും അവരവരുടേതായ ഡ്രസ്സും കിരീടവുമെല്ലാം വേറെ വേറെ ഉണ്ടായിരിക്കും. ഇപ്പോൾ കുട്ടികൾ അറിയുന്നുണ്ട്, നമ്മൾ ശിവ് ബാബയിൽ നിന്നും ബ്രഹ്മാവിലൂടെ സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. ബാബയാകട്ടെ കുട്ടികളെ കുട്ടികളെ എന്ന് തന്നെയാണ് പറയുന്നത്. കുട്ടികളായ നിങ്ങൾ തൻ്റെ ജന്മങ്ങളെ അറിയുന്നില്ല. കേൾക്കുന്നത് ആത്മാവാണല്ലോ. ഞാൻ ആത്മാവാണ്, ശരീരമല്ല. ഏതെല്ലാം മനുഷ്യരുണ്ടോ അവർക്ക് തൻ്റെ ശരീരത്തിൻ്റെ നാമത്തിൻ്റെ ലഹരിയാണുള്ളത്. കാരണം ദേഹാഭിമാനികളാണല്ലോ. നമ്മൾ ആത്മാവാണ് എന്നത് അറിയുന്നതേയില്ല. അവരാണെങ്കിൽ ആത്മാവ് തന്നെയാണ് പരമാത്മാവ്, പരമാത്മാവ് തന്നെയാണ് ആത്മാവ് എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ബാബ മനസ്സിലാക്കിച്ചു തന്നു, നിങ്ങൾ ആത്മാക്കൾ തന്നെയാണ് വിശ്വത്തിൻ്റെ അധികാരികളായ ദേവീ ദേവന്മാർ ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ജ്ഞാനം ഇപ്പോഴുണ്ട്. നമ്മൾ തന്നെയാണ് ദേവത. പിന്നീട് ക്ഷത്രിയ കുലത്തിലേക്ക് വരും. 84 ജന്മങ്ങളുടെ കണക്കും വേണമല്ലോ. എല്ലാവരും 84 ജന്മങ്ങൾ എടുക്കുന്നില്ല. എല്ലാവരും ഒരുമിച്ചല്ല വരുന്നത്. നിങ്ങൾക്കറിയാം ഏത് ധർമ്മം എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഹിസ്റ്ററി പഴയതും പിന്നീട് പുതിയതുമാകുന്നു. ഇപ്പോൾ ഇത് പതീത ലോകമാണ്. അതാണ് പാവനലോകം. പിന്നെ മറ്റു ധർമ്മങ്ങൾ വരുന്നു. ഇവിടെ കർമ്മക്ഷേത്രത്തിൽ ഒരേ ഒരു നാടകമാണ് നടക്കുന്നത്. മുഖ്യമായത് 4 ധർമ്മങ്ങളാണ്. ഈ സംഗമത്തിൽ ബാബ വന്ന് ബ്രാഹ്മണ സമ്പ്രദായം സ്ഥാപിക്കുന്നു. വിരാട് രൂപത്തിൻ്റെ ചിത്രം ഉണ്ടാക്കുന്നു. പക്ഷേ അതിൽ ഈ തെറ്റുണ്ട്. ബാബ വന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിച്ചു തന്ന് തെറ്റ് പറ്റാത്തവരാക്കുന്നു. ബാബയാകട്ടെ ഒരിക്കലും ശരീരത്തിൽ വരുന്നില്ല, തെറ്റും ചെയ്യുന്നില്ല. ആ ഒന്ന് അല്പസമയത്തേക്കായി കുട്ടികളായ നിങ്ങൾക്ക് സുഖധാമത്തിൻ്റെയും തൻ്റെ വീടിൻ്റെയും വഴി പറഞ്ഞു തരുന്നതിന് വേണ്ടി ഈ രഥത്തിലേക്ക് വരുന്നു. വഴി പറഞ്ഞു തരിക മാത്രമല്ല, ജീവിതവും ഉണ്ടാക്കി തരുന്നു. കൽപ്പകൽപ്പങ്ങളിൽ നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നു, പിന്നെ സുഖത്തിൻ്റെ പാട്ടും അഭിനയിക്കുന്നു. കുട്ടികൾ മറന്നുപോയിരിക്കുന്നു, നമ്മൾ ആത്മാക്കളുടെ സ്വധർമ്മം തന്നെ ശാന്തിയാണ്. ഈ ദുഃഖത്തിൻ്റെ ലോകത്തിൽ എങ്ങനെ ശാന്തി ഉണ്ടാകും? ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കിച്ച് കൊടുക്കുകയും ചെയ്യുന്നു. പതുക്കെ പതുക്കെ എല്ലാവരും വന്നുകൊണ്ടിരിക്കും. വിദേശത്തുള്ളവർക്കും മനസ്സിലാകും ഈ സൃഷ്ടിചക്രം എങ്ങനെ തിരിയുന്നു എന്ന്, ഇതിൻ്റെ ആയുസ് എത്രയാണ് എന്നും. ഫോറിനേഴ്സും നിങ്ങളുടെ അടുക്കൽ വരും. അഥവാ കുട്ടികൾ അവിടെ പോയി സൃഷ്ടിചക്രത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിക്കും. ക്രൈസ്റ്റ് പോയി ഗോഡിൻ്റെ അടുക്കൽ എത്തിച്ചേർന്നു എന്നവർ മനസ്സിലാക്കുന്നു. ക്രൈസ്റ്റിനെ ഗോഡിൻ്റെ പുത്രൻ എന്ന് മനസ്സിലാക്കുന്നു. ചിലർ പിന്നെ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ക്രൈസ്റ്റും പുനർജന്മം എടുത്തെടുത്ത് ഇപ്പോൾ ബഗറാണ്. ഏതുപോലെ നിങ്ങളും ബഗറായിരിക്കുന്നു. അതുപോലെ ബഗർ എന്നാൽ തമോ പ്രധാനം എന്നർത്ഥം. മനസ്സിലാക്കുന്നു ക്രൈസ്റ്റും ഇവിടെയുണ്ട്. വീണ്ടും എപ്പോൾ വരും എന്നത് അറിയുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ധർമ്മസ്ഥാപകൻ വീണ്ടും തൻ്റെ സമയമാകുമ്പോൾ ധർമ്മം സ്ഥാപിക്കുവാനായി വരും. അദ്ദേഹത്തെ ഗുരു എന്ന് പറയുവാൻ സാധിക്കില്ല. അദ്ദേഹം ധർമ്മം സ്ഥാപിക്കുവാനാണ് വരുന്നത്. സദ്ഗതി ദാതാവ് ഒന്ന് മാത്രമാണ്. അവർ ആരെല്ലാം ധർമ്മം സ്ഥാപിക്കുവാൻ വരുന്നുവോ അവരെല്ലാം പുനർജന്മം എടുത്തെടുത്ത് ഇപ്പോൾ വന്ന് തമോ പ്രധാനമായിരിക്കുന്നു. അന്തിമത്തിൽ മുഴുവൻ വൃക്ഷവും ജീർണിച്ച അവസ്ഥ പ്രാപിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്, മുഴുവൻ വൃക്ഷവും നിൽക്കുന്നുണ്ട്. ബാക്കി ദേവീദേവതാ ധർമ്മത്തിൻ്റെ ഫൗണ്ടേഷൻ ഇല്ല. വടവൃക്ഷത്തിൻ്റെ ഉദാഹരണമുണ്ട്. ഈ കാര്യങ്ങൾ ബാബ തന്നെയാണ് കുട്ടികൾക്ക് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. കുട്ടികളായ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടാകേണ്ടതാണ്.
നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ തന്നെ ദേവീ ദേവതമാരായിരുന്നു, വീണ്ടും ഇപ്പോൾ ആകുന്നു. ഇവിടെ നിങ്ങൾ വരുന്നത് തന്നെ സത്യനാരായണന്റെ കഥ കേൾക്കുവാനാണ്. അതിലൂടെ നരനിൽ നിന്നും നാരായണനാകും. നാരായണനാകുമ്പോൾ തീർച്ചയായും ലക്ഷ്മിയും ഉണ്ടാകും. ലക്ഷ്മി നാരായണന്മാർ ഉണ്ടാകുമ്പോൾ തീർച്ചയായും അവരുടെ രാജധാനിയും ഉണ്ടാകുമല്ലോ. ഒറ്റയ്ക്ക് ലക്ഷ്മി നാരായണനും ആകുകയില്ല. ലക്ഷ്മി ആകുന്നതിന് വേറൊരു കഥയേ ഇല്ല. നാരായണനോടൊപ്പം ലക്ഷ്മിയും ആകുന്നു. ലക്ഷ്മിയും ഇടയ്ക്ക് നാരായണനാകുന്നു. നാരായണൻ പിന്നെ ഇടയ്ക്ക് ലക്ഷ്മിയാകുന്നു. ചില ഗീതങ്ങൾ വളരെ നല്ലതാണ്. മായയുടെ ശ്വാസമുട്ടൽ ഉണ്ടാകുമ്പോൾ ഗീതം കേൾക്കുന്നതിലൂടെ ഹർഷിത അവസ്ഥ വന്നു ചേരും. നീന്തൽ പഠിക്കുമ്പോൾ ആദ്യം ശ്വാസമുട്ടൽ ഉണ്ടാകും, പിന്നെ അത് പഠിച്ചെടുക്കുന്നു. ഇവിടെയും വളരെയധികം മായയുടെ ശ്വാസമുട്ടൽ ഉണ്ടാകുന്നു. നീന്തുന്നവർ ധാരാളമുണ്ട്. അവരുടെയും മത്സരം നടക്കുന്നു. അപ്പോൾ നിങ്ങളുടെയും മത്സരമുണ്ടാകുന്നു. അക്കരെ പോകുന്നതിൻ്റേത് എന്നെ മാത്രം ഓർമ്മിക്കണം. ഓർമ്മിക്കുന്നില്ലെങ്കിൽ ശ്വാസം മുട്ടുന്നു. ബാബ പറയുന്നു, ഓർമ്മയുടെ യാത്രയിലൂടെയാണ് തോണി അക്കരെ എത്തുന്നത്. നിങ്ങൾ മറുതീരത്തേക്ക് പോകും. നീന്തലിൽ ചിലർ വളരെ തീവ്രമായിരിക്കും, ചിലർ കുറവായിരിക്കും. ഇവിടെയും അങ്ങനെ തന്നെ. ബാബയുടെ അടുക്കൽ ചാർട്ട് അയക്കുന്നു. ബാബ പരിശോധിക്കുന്നു. ഓർമ്മയുടെ ചാർട്ട് ഇവർ ശരിയായ രീതിയിലാണോ മനസ്സിലാക്കുന്നത്, അതോ തെറ്റായിട്ടാണോ മനസ്സിലാക്കുന്നത്? ചിലരൊക്കെ കാണിക്കുന്നു, നമ്മൾ മുഴുവൻ ദിവസത്തിലും 5 മണിക്കൂർ ഓർമ്മയിലിരുന്നു. ഞാൻ വിശ്വസിക്കുന്നില്ല, തീർച്ചയായും തെറ്റുണ്ടായിട്ടുണ്ട്. ചിലർ മനസ്സിലാക്കുന്നു, നമ്മൾ എത്ര സമയം ഇവിടെ പഠിക്കുന്നുവോ അത്രയും സമയം ചാർട്ട് ശരിയായിരിക്കുന്നു. പക്ഷേ അല്ല. വളരെ പേരുണ്ട്, ഇവിടെ ഇരിക്കുമ്പോഴും കേൾക്കുമ്പോഴും ബുദ്ധി പുറത്ത് എവിടേക്കോ പോകുന്നു, മുഴുവൻ കേൾക്കുന്നുമില്ല. ഭക്തിമാർഗത്തിലും ഇങ്ങനെയെല്ലാം ഉണ്ടാകുന്നു. സന്യാസിമാർ കഥ കേൾപ്പിക്കുന്നു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നു, ഞാൻ എന്താണ് കേൾപ്പിച്ചത്? ഇവർ തവ പോലെയാണ്, അതായത് അസ്ഥിരമായാണോ ഇരിക്കുന്നത് എന്ന് നോക്കുന്നു. അപ്പോൾ ചോദിക്കുന്നു, പിന്നെ പറയാൻ സാധിക്കുന്നില്ല. ബുദ്ധി എവിടേക്കോ പോകുന്നു, ഒരക്ഷരം പോലും കേൾക്കുന്നില്ല. ഇവിടെയും ഇങ്ങനെയാണ്. ബാബ നോക്കിക്കൊണ്ടിരിക്കുന്നു, മനസ്സിലാക്കുന്നു ഇവരുടെ ബുദ്ധി എവിടെയോ പുറത്ത് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെയും ഇവിടെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ചില പുതിയവരും വരുന്നു. ബാബ മനസ്സിലാക്കുന്നു, പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ല. അതിനാൽ ബാബ പറയുന്നു, പുതിയവരെ പെട്ടെന്ന് ഇവിടെ ക്ലാസ്സിൽ വരാൻ അനുവദിക്കരുത്, ഇല്ലെങ്കിൽ വായുമണ്ഡലത്തെ കേടാക്കുന്നു. മുന്നോട്ട് പോകവേ നിങ്ങൾ കാണും. ആരാണോ നല്ല നല്ല കുട്ടികൾ ഇവിടെ ഇരിക്കവേ തന്നെ വൈകുണ്ഠത്തിലേക്ക് പോകും. വളരെയധികം സന്തോഷമുണ്ടായിക്കൊണ്ടിരിക്കും. അടിക്കടി പോകും. ഇപ്പോൾ സമയം സമീപത്താണ്. നമ്പർ 1 പുരുഷാർത്ഥമനുസരിച്ച് നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയുള്ളതാകും. അടിക്കടി സ്വർഗത്തിൽ തൻ്റെ കൊട്ടാരം കണ്ടുകൊണ്ടിരിക്കും. എന്തെല്ലാം പറയേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുണ്ടോ അതിൻ്റെ സാക്ഷാത്കാരം ഉണ്ടായിക്കൊണ്ടിരിക്കും. സമയത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. എങ്ങനെയെല്ലാമാണ് തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാബ പറയുന്നു, എങ്ങനെയാണ് ഒരു സെക്കൻഡിൽ മുഴുവൻ ലോകത്തിലെ മനുഷ്യർ മണ്ണിൽ ചേരുന്നത് എന്ന് കാണുക. ബോംബിട്ടു, ഇത് ഇല്ലാതായി. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഇപ്പോൾ തൻ്റെ രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ ഓർമ്മയുടെ യാത്രയിൽ ലഹരി പിടിച്ചിരിക്കണം. ആ ഒരു മൂർച്ച വരണം. അതിലൂടെ ആർക്കും ദൃഷ്ടിയിലൂടെ അമ്പ് ഏൽക്കണം. അന്തിമത്തിൽ ഭീഷ്മ പിതാമഹനെ പോലെയുള്ളവരെ നിങ്ങൾ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ ബാണത്തിലൂടെ വധിച്ചത്. ഉടൻ മനസ്സിലാക്കും, ഇവർ സത്യമാണ് പറയുന്നത്.
ജ്ഞാനത്തിൻ്റെ സാഗരവും പതീത പാവനും നിരാകാരനായ ഭഗവാനാണ്. കൃഷ്ണൻ ആവുക സാധ്യമല്ല. കൃഷ്ണൻ്റേതാണെങ്കിൽ ജന്മം കാണിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണൻ്റെ അതേ ഫീച്ചേഴ്സ് പിന്നീട് ഒരിക്കലും ലഭിക്കുക സാധ്യമല്ല. വീണ്ടും സത്യയുഗത്തിലാണ് അതേ ഫീച്ചേഴ്സ് ലഭിക്കുക. ഓരോ ജന്മത്തിലും ഓരോരുത്തരുടെയും ഫീച്ചേഴ്സ് വ്യത്യസ്തമായിരിക്കും. ഡ്രാമയിൽ ഈ പാർട്ട് ഇങ്ങനെ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതാണ്. അവിടെയാണെങ്കിൽ നാച്ചുറൽ ബ്യൂട്ടിഫുൾ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പോഴാണെങ്കിൽ ദിനം പ്രതിദിനം ശരീരവും തമോ പ്രധാനം ആയിക്കൊണ്ടിരിക്കുന്നു. ആദ്യം സദോ പ്രധാനമാണ്, പിന്നെ സദോ രജോ തമോ ആകുന്നു. ഇവിടെയാണെങ്കിൽ നോക്കൂ, എങ്ങനെയെല്ലാമുള്ള കുട്ടികളാണ് ജനിക്കുന്നത്. ചിലർക്ക് കാലില്ല, ചിലർ കുള്ളന്മാരായിരിക്കും. എന്തെല്ലാമാണ് ആകുന്നത്. സത്യയുഗത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്നില്ല. അവിടെ ദേവതമാർക്ക് താടിയോ മറ്റോ ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. ക്ലീൻ ഷേവ് ആയിരിക്കും. മുഖഭാവങ്ങൾ കൊണ്ട് മനസ്സിലാകും ഇത് മെയിലാണ്, ഇത് ഫീമെയിലാണ്. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സാക്ഷാത്കാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കുട്ടികളായ നിങ്ങൾക്ക് എത്ര സന്തോഷമുണ്ടാകണം. ബാബ കൽപ്പകൽപ്പങ്ങളിൽ വന്ന് നമ്മെ രാജയോഗം പഠിപ്പിച്ച് മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നു. ഇതും കുട്ടികളായ നിങ്ങൾക്കറിയാം. മറ്റേതെല്ലാം ധർമ്മങ്ങളിലുള്ളവർ ഉണ്ടോ എല്ലാവരും അവരവരുടെ സെക്ഷനിലേക്ക് പോകും. ആത്മാക്കളുടെ വൃക്ഷവും കാണിക്കുന്നുണ്ടല്ലോ. ചിത്രങ്ങളിൽ വളരെയധികം കറക്ഷൻ വരുത്തി മാറ്റിക്കൊണ്ടിരിക്കും. എങ്ങനെയാണോ ബാബ സൂക്ഷ്മവദനത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കുന്നത്. സംശയബുദ്ധികളാണെങ്കിൽ പറയും, ഇതെന്താണ്, മുൻപ് ഇതാണ് പറഞ്ഞിരുന്നത്, ഇപ്പോൾ ഇത് പറയുന്നു. ലക്ഷ്മി നാരായണൻ്റെ 2 രൂപത്തെ യോജിപ്പിച്ച് വിഷ്ണു എന്ന് പറയുന്നു. ബാക്കി 4 കൈകളുള്ള മനുഷ്യൻ ഉണ്ടായിരിക്കുന്നില്ല. രാവണന് 10 തല കാണിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും മനുഷ്യനില്ല. ഓരോ വർഷവും ഇരുന്ന് കത്തിക്കുന്നു. പാവകളുടെ കളി പോലെ. മനുഷ്യർ പറയുന്നു, ശാസ്ത്രങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. ശാസ്ത്രങ്ങൾ നമ്മുടെ പ്രാണനാണ്. ഗീതയ്ക്ക് നോക്കൂ, എത്ര മാന്യതയാണുള്ളത്. ഇവിടെയാണെങ്കിൽ നിങ്ങളുടെ അടുക്കൽ മുരളികൾ ധാരാളം ശേഖരിക്കപ്പെടുന്നു. നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യുവാനാണ്. ദിനം പ്രതിദിനം നിങ്ങൾ പുതിയ പുതിയ പോയിന്റ്സ് കേട്ടുകൊണ്ടിരിക്കുന്നു. പോയിന്റ്സ് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. പ്രഭാഷണം നടത്തുന്ന സമയം റിവൈസ് ചെയ്യും. ഇന്ന പോയിന്റ്സ് മനസ്സിലാക്കിക്കും എന്ന് ടോപ്പിക്കിൻ്റെ ലിസ്റ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇന്ന് ഈ ടോപ്പിക്കിൻ്റെ മേൽ മനസ്സിലാക്കിക്കും. രാവണൻ ആരാണ്, രാമൻ ആരാണ്, സത്യം എന്താണ്, അത് നമ്മൾ താങ്കൾക്ക് പറഞ്ഞു തരുന്നു. ഈ സമയം മുഴുവൻ ലോകത്തിലും രാവണ രാജ്യമാണ്. 5 വികാരങ്ങൾ എല്ലാവരിലും ഉണ്ട്. ബാബ വന്ന് പിന്നെ രാമരാജ്യത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു. ഇത് തോൽവിയുടെയും ജയത്തിൻ്റെയും കളിയാണ്. തോൽവി എങ്ങനെയാണ് ഉണ്ടാകുന്നത്. 5 വികാരങ്ങളാകുന്ന രാവണനോട്. മുമ്പ് പവിത്ര ഗൃഹസ്ഥ ആശ്രമം ഉണ്ടായിരുന്നു. അതും ഇപ്പോൾ പതീതമായി കഴിഞ്ഞു. ലക്ഷ്മി നാരായണൻ തന്നെയാണ് പിന്നീട് ബ്രഹ്മ സരസ്വതി. ബാബയും പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിൻ്റെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ പ്രവേശിക്കുന്നു. നിങ്ങൾ പറയും, നമ്മളും വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ ബാബയിൽ നിന്നും ജ്ഞാനം എടുത്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ആരുടെയെങ്കിലും ഡൾ ഹെഡ് ബുദ്ധിയാണെങ്കിൽ, അതായത് മൂഢബുദ്ധിയാണെങ്കിൽ മനസ്സിലാക്കുന്നില്ല. ഇതാകട്ടെ രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. വളരെ പേർ വന്നു, പിന്നെ പോയി. അവർ വീണ്ടും വരും. പ്രജാപദവിയിൽ ചില്ലിക്കാശിൻ്റെ പദവി നേടും. അവരും വേണ്ടതാണല്ലോ. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാപ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ
ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സദാ ഈ ലഹരിയിൽ ഇരിക്കണം. നമ്മൾ ഇപ്പോൾ ഈ പഠനം പൂർത്തിയാക്കി മനുഷ്യനിൽ നിന്നും ദേവതയും വിശ്വത്തിൻ്റെ അധികാരിയുമാകും. നമ്മുടെ രാജ്യത്തിൽ പവിത്രത, സുഖം, ശാന്തി എല്ലാം ഉണ്ടാകും. അത് ആർക്കും തട്ടിയെടുക്കുവാൻ സാധിക്കില്ല. ഇക്കരെ നിന്നും അക്കരെ പോകുന്നതിനായി ഓർമ്മയുടെ യാത്രയിൽ നല്ല നീന്തൽക്കാരനാകണം. മായയുടെ ശ്വാസമുട്ടൽ ഉണ്ടാകരുത്. തൻ്റെ പരിശോധന നടത്തണം. ഓർമ്മയുടെ ചാർട്ടിനെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി എഴുതണം. വരദാനം: പുരുഷാർത്ഥത്തിൻ്റെയും പ്രാപ്തിയുടെയും കണക്കിനെ അറിഞ്ഞ് തീവ്രഗതിയോടെ മുന്നോട്ടു പോകുന്ന നോളജ് ഫുള്ളായി ഭവിക്കട്ടെ. പുരുഷാർത്ഥത്തിലൂടെ വളരെ കാലത്തേക്കുള്ള പ്രാപ്തി ഉണ്ടാക്കുവാനുള്ള സമയമാണ് ഇത്. അതിനാൽ നോളജ് ഫുൾ ആയി തീവ്രഗതിയോടെ മുന്നോട്ടു പോകൂ. ഈ കാര്യത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ മാറിക്കൊള്ളും എന്ന് ചിന്തിക്കരുത്. ഇതിനെയാണ് അലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ വരെയും ബാബ്ദാദ സ്നേഹത്തിൻ്റെ സാഗരമായി സർവ്വസംബന്ധങ്ങളുടെയും സ്നേഹത്തിൽ കുട്ടികളുടെ അലക്ഷ്യവും സാധാരണ പുരുഷാർത്ഥവും കണ്ടിട്ടും കേട്ടിട്ടും എക്സ്ട്രാ സഹായത്തിലൂടെ എക്സ്ട്രാ മാർക്സ് നൽകി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോളജ് ഫുള്ളായി ധൈര്യത്തിൻ്റെയും സഹായത്തിൻ്റെയും വിശേഷ വരദാനത്തിൻ്റെ ലാഭം എടുക്കൂ. സ്ലോഗൻ: പ്രകൃതിയുടെ ദാസൻ ആകുന്നവർ തന്നെയാണ് വിഷമിക്കുന്നത്. അതിനാൽ പ്രകൃതി ജീത് ആകൂ. അവ്യക്ത സൂചന: സഹജയോഗി ആകണമെങ്കിൽ പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവിയാകൂ. ഏതുപോലെ ആരെങ്കിലും സാഗരത്തിൽ ലയിക്കുകയാണെങ്കിൽ ആ സമയത്ത് സാഗരമല്ലാതെ മറ്റൊന്നും കാണപ്പെടുകയില്ല. അപ്പോൾ ബാബയിൽ, അതായത് സർവഗുണങ്ങളുടെയും സാഗരത്തിൽ ലയിച്ചു ചേരണം. ഇതിനെയാണ് ലവ്ലീൻ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ബാബയിലല്ല ലയിക്കേണ്ടത്, എന്നാൽ ബാബയുടെ ഓർമ്മയിൽ സ്നേഹത്തിൽ ലയിച്ചു ചേരണം. ഓം ശാന്തി. ഓം ശാന്തി. ഞാൻ അശരീരി ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ അകാല സിംഹാസനത്തിൽ ഒരു പ്രകാശബിന്ദുവായി തിളങ്ങുന്ന ഞാൻ ശാന്തസ്വരൂപമാണ്. ശക്തി സ്വരൂപമാണ്. പവിത്ര സ്വരൂപമാണ്. സ്മൃതിയുടെ ശക്തി കൊണ്ട് ഞാൻ എൻ്റെ ഡബിൾ ലൈറ്റ് സ്വരൂപം എമേർജ് ചെയ്ത് ഈ സാകാര ദേഹത്തിൽ നിന്നും സാകാര ലോകത്ത് നിന്നും ഉപരിയാകുന്നു. ഫരിഷ്തയായ ഞാൻ സൂക്ഷ്മ ലോകത്തിൽ ബാബ്ദാദയുടെ സന്മുഖത്ത് സ്ഥിതി ചെയ്യുന്നു. ബാബ്ദാദയിൽ നിന്നും ലഭിക്കുന്ന വരദാനി ദൃഷ്ടി എന്നെ സമ്പന്നവും സമ്പൂർണവുമാക്കി മാറ്റുന്നു. ഒരു സെക്കൻഡിൽ ഞാൻ നിരാകാര സ്വരൂപത്തിൽ നിരാകാര ദേശത്തിൽ എത്തിച്ചേരുന്നു. സർവശക്തിവാനായ ശിവബാബയിൽ എൻ്റെ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കി സ്ഥിതി ചെയ്യുന്നു. ബാബയുടെ
സർവശക്തികളുടെയും അനന്ത കിരണങ്ങൾ എന്നിൽ പതിച്ച് എന്നെ മാസ്റ്റർ സർവശക്തിവാനാക്കി മാറ്റുന്നു. ഈ ശക്തിശാലി സ്ഥിതി പ്രാപ്തമാക്കി ഞാൻ ഡബിൾ ലൈറ്റ് സ്വരൂപ സ്ഥിതിയിൽ അകാല സിംഹാസനത്തിലേക്ക് മടങ്ങി വരുന്നു.